ബെസ്റ്റ് ഫോൺസ് അണ്ടർ 20,000 20,000 താഴെ നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ, ഗെയിം കളിക്കാനൊക്കെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ നോക്കുന്നവർക്ക് പറ്റിയ ഫോൺ ഏതാണ്? അല്ലെങ്കിൽ ക്യാമറ നോക്കി ഫോൺ എടുക്കുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് ക്യാമറയുള്ള ഫോൺ ഏതാണ്? അല്ലെങ്കിൽ ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ, എല്ലാതരം ടെക്നോളജിയും ഉൾപ്പെടുന്ന ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ ഏതാണ്? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 10,000-നും 20,000-നും ഇടയ്ക്ക് വരുന്ന ഫോണുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് തരുന്ന, ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു മികച്ച ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. രണ്ടും ട്വിൻ ബ്രദർ ആണ്. ഒരെണ്ണം ഫ്ലിപ്കാർട്ടിലും ഒരെണ്ണം ആമസോണിലും, അത്രേ വ്യത്യാസമുള്ളൂ. രണ്ടും ഒരേ പെർഫോമൻസും കാര്യങ്ങളും തരുന്ന ഒരേ സെറ്റപ്പ് ഉള്ള ഫോണാണ്. ഒന്ന് Z9 ആണ്, IQ Z9, മറ്റൊന്ന് വിവോയുടെ T3 ആണ്. ഈ രണ്ട് ഫോണുകളിലും ഡൈമെൻസിറ്റി 7200 എന്ന പ്രോസറാണ്, 5000 mAh ബാറ്ററിയാണ്, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്, AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. എല്ലാ സെറ്റപ്പും ഒരുപോലെയാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, കണ്ടു നോക്കുക. സോ പെർഫോമൻസ് നോക്കുന്നവരെ സംബന്ധിച്ച് ഫസ്റ്റ് ചോയ്സ് ഇതായിരിക്കും. ഇതിന്റെ വില 17,999 ആണ്. ഈ വിലയ്ക്ക് ഇതിനേക്കാൾ മികച്ചത് ഇനി കിട്ടാനില്ല പെർഫോമൻസിന്റെ കാര്യത്തിൽ. എന്നാൽ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് നല്ല സ്പീഡുള്ള ഒരു ചാർജിങ് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി ചാർജിങ് സ്പീഡ് കൂടിയ പെർഫോമൻസ് ലെവൽ ഇത്രയില്ലെങ്കിലും തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരു ഫോണുണ്ട്, പോക്കോ X6. ഇതിനും 17,999 തന്നെയാണ് പ്രൈസ്. പക്ഷേ ഈ ഫോണിന്റെ പ്രത്യേകത 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടായിരിക്കും. ബാറ്ററിയും 5100 mAh ആണ്. പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന സ്നാപ്ഡ്രാഗൺ പ്രോസറാണ്. നിങ്ങൾക്ക് മറ്റേതിൽ ഡൈമെൻസിറ്റി 7200 ഞാൻ പറഞ്ഞത്. ഡൈമെൻസിറ്റി മീഡിയാടെക് താല്പര്യമില്ല, ഞങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ തന്നെ വേണമെന്നുള്ളവർക്ക് ഈ റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും പവർഫുൾ ആയ സ്നാപ്ഡ്രാഗൺ പ്രോസറുള്ള ഫോൺ ഇതാണ്, 7S Gen 2 എന്ന പ്രോസർ. ഒപ്പം തന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് കിട്ടും. നല്ല സ്ലിം ആയ ബെസിൽസും ഒപ്പം തന്നെ 120 Hz AMOLED ഡിസ്പ്ലേയും, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും, ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് വിവോ T3യും IQ Z9 താല്പര്യമില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഇതാണ്, ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ളത്. സോ ഗെയിം കളിക്കാൻ ഉദ്ദേശിച്ച് ഫോൺ നോക്കുന്നവർക്കുള്ളതാണ് ഈ 3 ഓപ്ഷനുകൾ. ഇനി ഇങ്ങനെ പെർഫോമൻസ് അല്ല, നമുക്ക് എല്ലാ ടെക്നോളജികളും, ഒരു ഓൾറൗണ്ടർ ഫോൺ എല്ലാം ഉള്ളത്, IP60 റേറ്റിംഗ് അടക്കം എല്ലാ സംഗതികളും ഉള്ള ഒരു ഫോൺ, വാട്ടർ റേറ്റിംഗ് അടക്കം എല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 40 Neo 22,000-23,000 രൂപ റേഞ്ചിലാണ് പ്രൈസ്. ബട്ട് ഇത് ഓഫറിൽ 20,000 രൂപ റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. ഡൈമെൻസിറ്റി 7030 എന്ന പ്രോസറാണ്. പിന്നെ 144 Hz POLED ഡിസ്പ്ലേ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസിന് ഒന്നും ഇഷ്യൂ ഇല്ല. IP60 റേറ്റിംഗ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 68 വാട്ടിന്റെ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ക്ലീൻ UI ആണ്. വളരെ സ്ലിമ്മും ലൈറ്റ് വെയിറ്റുമാണ്. കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ വീഗൻ ലെതർ ഫിനിഷ് ആണ് വരുന്നത്. മൊത്തത്തിൽ ഈ ഒരു റേഞ്ചിൽ കിട്ടാവുന്ന എല്ലാതരം ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു ഓൾറൗണ്ടർ ഫോണാണ് മോട്ടോ എഡ്ജ് 40 Neo. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യാം. ബെസ്റ്റ് ക്യാമറകളുള്ള ഫോൺ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 4 ഫോണുകളിലും അത്യാവശ്യം നല്ല ക്യാമറയാണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ക്യാമറ സാമ്പിൾ അടങ്ങുന്ന വീഡിയോസ് കണ്ടു നോക്കുക. ആ ക്യാമറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക. ഇനി ഇതേ റേഞ്ചിൽ നിങ്ങൾക്ക് മോട്ടോ എഡ്ജ് 40 Neo താല്പര്യമില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ, കർവ്ഡ് ഡിസ്പ്ലേക്കുള്ള ഒരു ഫോൺ എന്ന രീതിയിലാണ് നിങ്ങൾ നോക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഓപ്ഷൻ വരുന്നത് റിയൽമി P1 Pro ആണ്. കർവ്ഡ് ഡിസ്പ്ലേക്കുള്ള ഒരു ഫോൺ, നല്ല സർവീസ് ഒക്കെ, റിയൽമിയുടെ സർവീസിനൊക്കെ നിങ്ങൾക്ക് വിശ്വാസമാണ്, റിയൽമിയുടെ ഒരു ഫോൺ ഓക്കെ ആണെങ്കിൽ P1 Pro നോക്കാം. ഇതിൽ ഈ പറഞ്ഞ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്, സോണി ക്യാമറ വരുന്നുണ്ട്, 5000 mAh ബാറ്ററി, 44-45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് മോട്ടോ എഡ്ജ് 40 Neo വേണ്ടെങ്കിൽ മാത്രം P1 Pro പരിഗണിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഹൈടെക് ഫോണാണ്, വയർലെസ് ചാർജിംഗ്, റിവേഴ്സ് വയർലെസ് ചാർജിംഗ്, കർവ്ഡ് ഡിസ്പ്ലേയും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫോൺ ഈ റേഞ്ചിൽ വേറെയും കൂടിയുണ്ട്, ഇൻഫിനിക്സ് നോട്ട് 40 Pro. ഈ ഫോണിലും ഈ പറഞ്ഞ എല്ലാ സംഗതികളും ഉണ്ട്. ഒരു അഡ്വാൻസ്ഡ് ആയ ഓൾറൗണ്ടർ ഫോണാണ്. പക്ഷേ ഇതൊക്കെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതെന്നല്ല, ഏത് ഫോണാണ് ഈ പറഞ്ഞ ഏത് ഫോണാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടു നോക്കി അതിൻ്റെയൊക്കെ സർവീസും നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് മാത്രം, വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ചൂസ് ചെയ്യാവൂ. ഞാനിവിടെ ഏതൊക്കെയാണ് ബെസ്റ്റ് ഫോണുകളെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇത് ജസ്റ്റ് ബെസ്റ്റ് ഫോൺസ് നിങ്ങളുടെ മുമ്പിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. നിങ്ങളാണ് അതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത്. ചൂസ് ചെയ്യുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് പറ്റിയതാണെന്ന് ഉറപ്പിക്കേണ്ടത്. സോ വിശദമായ വീഡിയോസ് കണ്ടു നോക്കി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് 15,000 രൂപ താഴെയാണ്, ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ഉള്ള ഫോണാണ് നിങ്ങൾ നോക്കുന്നത്, ഗെയിം കളിക്കാനൊക്കെ വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ അവിടെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് റിയൽമി P1 ആണ്. ഈ ഒരു പ്രൈസിന് തന്നെ ഡൈമെൻസിറ്റി 7050 എന്ന പ്രോസർ ഈ ഒരു ഫോണിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫിനിക്സ് നോട്ട് 40 Pro ഉണ്ടല്ലോ, അത് 20,000 രൂപയുടെ മുകളിലാണ് വില, 20,000 രൂപ റേഞ്ചിലാണ്. അവിടെ 7050 ആണ്, ഈ ഡൈമെൻസിറ്റി 7050. പക്ഷേ റിയൽമി P1 14,999 തന്നെ നിങ്ങൾക്ക് ഈ ഡൈമെൻസിറ്റി 7050 കിട്ടും. സോ 15,000 രൂപ റേഞ്ചിൽ ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ നോക്കുന്നുവെങ്കിൽ അത് ഇതാണ് റിയൽമി P1. ഇതിൽ 5000 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, 50 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഒരു ഓൾറൗണ്ടർ ഫോണാണ്. എങ്കിലും ഇതിന്റെ ക്യാമറ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ അതിന്റെ ക്യാമറയുടെ ഭാഗം നിങ്ങൾ കൂടുതൽ ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറയുടെ സാമ്പിൾസ് ഒക്കെ ഒന്ന് വിശദമായിട്ട് കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ എടുക്കാവൂ. സോ റിയൽമി P1 ഗെയിം കളിക്കാൻ വേണ്ടി 15,000 താഴെ ഒരു ഫോൺ നോക്കുന്നവർക്ക്, ഇപ്പോൾ ഈ ഓഫർ കഴിയുന്നതിന് മുമ്പ് 2-3 ദിവസം കൂടിയുള്ള ഓഫർ അതിനിടയ്ക്ക് എടുക്കണം. അപ്പോഴാണ് 14,999 കിട്ടുക, അല്ലെങ്കിൽ 15,999 വില, ഒരു 1000 രൂപ കുറവ് ഇപ്പോൾ കിട്ടും ഈ ബാങ്ക് കാർഡിന്റെ ഓഫർ അടക്കം റിയൽമി P1. സോ അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഓൾറൗണ്ടർ ഫോണുകളെല്ലാം നമ്മൾ പറഞ്ഞു.
ഇനി ചില ബ്രാൻഡുകളുടെ ഫോണേ ഞങ്ങൾ എടുക്കൂ എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. അവർക്ക് പറയുകയാണെങ്കിൽ സാംസങ് വേണമെങ്കിൽ M34 ഒരു ഡീസന്റ് സാംസങ് ഫോൺ എന്ന് പറയാം. നോച്ച് ഡിസൈനൊക്കെയാണ്, പഴയ ലുക്കാണ്, വലിയ രസമൊന്നുമില്ല. ബട്ട് എങ്കിലും സാംസങ്ങേ എടുക്കൂ എന്ന് വാശിയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് തന്നെയാണ് ഓപ്ഷൻ. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ഉണ്ട്. അതേപോലെ തന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ചാർജർ ഒന്നും ഉണ്ടാവില്ല. Exynos 1280 എന്ന പ്രോസസർ ആയിരിക്കും. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് സാംസങ്ങിന്റെ പതിവ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ഡീസന്റ് സാംസങ് ഫോൺ അതേ ഉള്ളൂ, വേറൊന്നും ഇല്ല അവിടെ. അതാണ് ഉള്ളതിൽ ബെറ്റർ. ഇനി മോട്ടോ എഡ്ജ് 40 നിയോ 20,000 രൂപയാണ് ഞാൻ പറഞ്ഞത്. ഇനി അത്രയും ബഡ്ജറ്റ് ഇല്ല, ഒരു 17-18 കയ്യിലുള്ളൂവെങ്കിൽ മോട്ടോ G84 വേണമെങ്കിൽ നോക്കാട്ടോ. അത് എഡ്ജ് 40 നിയോയുടെ അത്ര നല്ലതൊന്നുമല്ല. ബട്ട് ആ വിലയ്ക്ക് മോട്ടോയുടെ ഒരു നല്ല ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ, മോട്ടോ G84. സ്നാപ്ഡ്രാഗൺ 695 120 ഹെർട്സിന്റെ POLED ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെ ഒരു ഡീസന്റ് മോട്ടോ. ഇനി അതല്ല ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെ ഫോൺ തന്നെ വേണമെങ്കിൽ ലാവ ബ്ലേസ് കർവ് എന്ന് പറയുന്ന ഫോണാണ് അവിടെ ഉള്ളത്. ഇതിലും Dimensity 7050 ആണ്. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ഉണ്ട്. 64 MP ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ അടക്കം 17,000 രൂപ റേഞ്ചിൽ 17-18 രൂപയ്ക്ക് ഇടയിൽ തന്നെ ഈ ഫോൺ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് OnePlus വേണമെങ്കിൽ പിന്നെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. OnePlus Nord C3 Lite താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. സ്നാപ്ഡ്രാഗൺ 695 കുറച്ച് പഴയ ഫോണാണ്, എന്നാലും അതിന്റെ പുതിയ വെർഷൻ വരാറായിട്ടുണ്ടാവും, മിക്കവാറും അടുത്ത് തന്നെ വരും. സോ തിരക്കില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ബട്ട് ഈ ഓഫറിൽ എടുക്കണമെങ്കിൽ OnePlus Nord C3 Lite തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആമസോണിലുണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം, 17-18 രൂപ റേഞ്ച് കൊടുക്കുമ്പോഴും ഇവിടെ നമുക്ക് LCD ഡിസ്പ്ലേ കിട്ടുന്നുള്ളൂ. ബട്ട് ബാക്കി എല്ലാ ഫോണിലും ഇവിടെ AMOLED ഡിസ്പ്ലേ ആണ്. സോ OnePlus ഫാൻ എന്ന രീതിയിൽ ഡിസ്പ്ലേക്ക് കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റി ഒക്കെ നല്ലതായിരുന്നു. ബട്ട് എന്നാലും ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ പറഞ്ഞ പല ഫോണുകളിലും 120 ഹെർട്സിന്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇത് LCD ഡിസ്പ്ലേ ആണ്, വേണമെന്നുള്ളത് ആലോചിച്ച് നോക്കുക. പക്ഷേ OnePlus ഫാൻസ് ആണെങ്കിൽ ഇത് ഒരെണ്ണേ ഉള്ളൂ, തീർച്ചയായിട്ടും എടുക്കാം. സോ ഇത്രയുമാണ് 20,000 താഴെ വരുന്ന ബെസ്റ്റ് ഫോണുകൾ. ഏറ്റവും പെർഫോമൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞു, ക്യാമറയും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, അതുപോലെ ബാക്കി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ഓൾറൗണ്ടർ ഫോണുകളും നമ്മൾ പറഞ്ഞു. ഓരോ ബ്രാൻഡുകളുടെയും ഏതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആവുക എന്ന് നമ്മൾ പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.